ക്ലബ് FM റേഡിയോ രാമായണം. രാവണന്റെ രാജധാനിയിലെ കാഴ്ചകൾ കണ്ട് ഹനുമാൻ അമ്പരന്നു. രമ്യഹർമ്മങ്ങൾ, നൃത്തമണ്ഡപങ്ങൾ, രത്നങ്ങൾ പതിച്ച കനകസിംഹാസനങ്ങൾ, പൊൻവിളക്കുകൾ. ലങ്കയുടെ മനോഹാരിതയിൽ മനം മയങ്ങാതെ ഹനുമാൻ ഒളിച്ചും പാത്തും എവിടെയും സീതയെ തിരഞ്ഞു. ഒടുവിൽ അശോകവനിയിൽ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ഓ, എവിടെയെല്ലാം തിരഞ്ഞു, ഏതൊക്കെ കോട്ടകൊത്തളങ്ങൾ ചാടിക്കടന്നു, സീതാദേവിയെ മാത്രം കാണുന്നില്ലല്ലോ. ഈ ഉദ്യാനത്തിലൊന്ന് നോക്കിക്കളയാം. ഇത് അശോകവനമാണല്ലോ. രാക്ഷസിമാരാൽ കാവൽ ചെയ്യപ്പെട്ട് അതാ പെണ്ണൊരാൾ. അവളുടെ മുഖം കുലീനമാണ്. അത് തന്നെയായിരിക്കും സീതാദേവി. പോയി വൃത്താന്തം അറിയുക തന്നെ. സീതാദേവി, ശ്രീരാമദാസനായ ഈ ഹനുമാൻ ഭവതിയെ ഇതാ നമിച്ചിരിക്കുന്നു. ഈ അടയാളമോതിരം നോക്കിയാലും ശ്രീരാമ ഭഗവാൻ തന്നയച്ചതാണ്. ദേവി, സമാശ്വസിക്കൂ. രാമലക്ഷ്മണന്മാർ സുഖമായിരിക്കുന്നു. ഉടനെ വാനര സൈന്യത്തോടൊപ്പം ലങ്കയിലെത്തി രാവണനെ വധിച്ച് ശ്രീരാമൻ ദേവിയെ രക്ഷപ്പെടുത്തും. ആ ദൂതുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വാനരോത്തമാ, വിക്രമോത്തമനും ബുദ്ധിശാലിയുമായ അങ്ങേക്ക് സീതയുടെ വന്ദനം. എന്റെ ദേവൻ രാമന്റെയും അനുജൻ ലക്ഷ്മണന്റെയും സുഖവിവരം കേട്ട് എനിക്ക് സന്തോഷമായി. വളരെ കാലം എന്നെ പിരിഞ്ഞു നിന്നിട്ടും രാമൻ ഇപ്പോഴും എന്നോട് സ്നേഹമല്ലേ കവീന്ദ്ര? പ്രിയതമന്റെ കഥ പറയൂ വാനരോത്തമ, കേൾക്കാൻ കൊതിയായി. ദേവി വിഷമിക്കാതിരിക്കൂ. രാമന്റെ മനസ്സിപ്പോഴും സീതാദേവിയിലാണ്. നിദ്രയില്ല, ഭക്ഷണം കൃത്യമല്ല, ശരീരത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല. ഉറക്കത്തിലും ഉണർവിലും ദേവിയെ മാത്രം നനച്ചിരിക്കുകയാണ് രഘുവീരനായ രാമൻ. കവീന്ദ്ര, നീ പറഞ്ഞ വാക്കുകൾ വിഷം കലർന്ന അമൃതാണ്. വിധിയെ തടുക്കാനാവില്ലല്ലോ. നീ വേഗം ചെന്ന് ശ്രീരാമനോട് ക്ഷണത്തിൽ വരാൻ പറയണം. 10 മാസം കഴിയുകയായി. രാവണൻ പറഞ്ഞ സമയം തീരാൻ ഇനി 2 മാസം കൂടി മാത്രം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കൂ. ദേവി, ഞാൻ ഇവിടെ നിന്നും ചെന്ന് വൃത്താന്തം അറിയിക്കുന്ന പക്ഷം തന്നെ ശ്രീരാമൻ ഇവിടെ വന്നെത്തും. രാവണനെ നിഗ്രഹിച്ച് ഭവതിയെ രക്ഷിക്കും. ഭയപ്പെടാതിരിക്കൂ. പിന്നീട് വസ്ത്രത്തിൽ നിന്നും തന്റെ ചൂടാമണി അഴിച്ചെടുത്ത് സീത രാമന് നൽകാനായി ഹനുമാനെ ഏൽപ്പിച്ചു. സീതയുടെ അനുഗ്രഹത്താൽ മനം കുളിർത്ത ഹനുമാൻ തിരികെ പോകുന്ന വഴിയിൽ തന്റെ വിശ്വരൂപമെടുത്ത് രാക്ഷസന്മാരെ ഭയപ്പെടുത്തി ലങ്കയ്ക്ക് നാശം വിതച്ചു. കേൾക്കാം ക്ലബ് FM റേഡിയോ രാമായണം.